ഹായ് ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ട്രിപ്പ് എങ്ങോട്ട് വെച്ചാൽ ലിവർപൂളിലേക്കാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, പെട്ടെന്ന് ഇന്നലെ ഒന്ന് തീരുമാനിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ ഒന്ന് രാത്രിയാകുമ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ച് എല്ലാവരും ഫ്രീ ആണോന്ന് ചോദിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മാഞ്ചസ്റ്റർ പിക്കാഡിലി റെയിൽവേ സ്റ്റേഷനിലാണ്. ചെറിയ ട്രിപ്പൊക്കെ നാളെ വരും. നാളെ മീൻസ് അത്ര കാണാറൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് എല്ലാവരും കൂടി ഫ്രണ്ട്സ് വെച്ച് മാറി. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. 12:07 ട്രെയിന്, പക്ഷേ 12:05 പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. 7 ഇവിടുന്ന് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. എവിടെ ഇരുന്നോ? ഇവിടെ അറിയില്ലണ്ടാ? സി ആണോ കോച്ച്? ഇതിപ്പോ ഏതാ കോച്ച്? ഇതേതാ കോച്ച്? ഗൈസ്, നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കോച്ച് അറിഞ്ഞായിരുന്നു സി ആണ്. ഇതേതാ കോച്ച് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ഇത് കോച്ച് എ ആണ്. അപ്പം നമ്മൾ സിയിലോട്ട് പോവാണ്. ട്രെയിനൊക്കെ എന്ത് വൃത്തിയാണ് കാണാൻ, ഇവിടുത്തെ ട്രെയിനൊക്കെ. ഇതാണ് 24, 26, 27. അപ്പോൾ നീ മൂന്നാൾക്ക് ടിക്കറ്റ് എടുത്തോളാം. ഇവിടെ ഇതും 24, 25, 24 ഇതാണ്. നീ എവിടെ ഗൈസ്? അപ്പോൾ ഞങ്ങൾ ട്രെയിൻ കയറി. ഞങ്ങളുടെ കോച്ച് സി ആയിരുന്നു. ഇപ്പോൾ കോച്ച് സിയിൽ ഇപ്പോൾ നമ്മളെത്തി, സീറ്റ് കിട്ടി. അതെ. അപ്പം ഇനി ഇവിടെ നിന്ന് ഏകദേശം എത്ര മണിക്കൂർ എടുക്കുന്ന പറഞ്ഞാൽ ഇത്ര ടൈം ഉള്ളൂ ഇവിടെ നിന്ന് ലിവർപൂളിൽ. എന്തായാലും ഒരു 1:30 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഞാനും ആനന്ദും ജസീനും അനിയും കൂടിയിട്ടാണ്. ഡാനി ഹലോ അനുമോൾ, അതിനോട് എന്തോ ഒരു കാര്യമായിട്ടുള്ള എന്തോ ചർച്ചയാണ്. അപ്പോ ഡാൻസ് പിന്നെ ഡാനി കൂടി ഉണ്ട്. ഡാനി ഓൾറെഡി അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അത്ര. ഓക്കെ. അപ്പോ ഡാനി ഓൾറെഡി അവിടെ ഉണ്ട്, ലിവർപൂളിലുണ്ട്. അവൾക്ക് അവിടുന്ന് കുറച്ചുള്ളൂ, വാരിങ്ടൺ കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ആളവിടെ വന്ന് നേരത്തെ പോസ്റ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഉള്ളൊരു പ്ലാനായിരുന്നു. ഇന്നലെ ആനന്ദ് നൈറ്റ് കഴിഞ്ഞ് വന്നാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങള് പെട്ടെന്ന് ഇന്നലെ പ്ലാൻ ചെയ്തു അങ്ങനെ ഇറങ്ങാം. ജസ്റ്റ് ഒത്തിരി കാണാനൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടെ കറങ്ങി സ്റ്റേ അങ്ങനെ അതാണ് പ്ലാൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാഴ്ചകൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ആനന്ദ് അങ്ങനെ ഉറങ്ങി. ഇപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സ്റ്റോപ്പും കൂടി ഉള്ളൂ. 1 മണിയാകുമ്പോൾ എത്തുമെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എത്തും. അപ്പോൾ അത് തന്നെയാണ് ട്രെയിനിലെ ലാസ്റ്റ് സ്റ്റോപ്പും. അപ്പം നമുക്ക് ഇറങ്ങാനൊക്കെ സമയമുണ്ട് ഒത്തിരി. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അനുമോള് പിന്നിലുണ്ട്, അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ജെസ്സിയിലെ ഫോണിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇനി എത്താറായി. അപ്പം നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് ലിവർപൂൾ എത്തി. ആനന്ദ് നീക്കൂ, ലിവർപൂൾ എത്തി. നീക്കണല്ലേ? ഗുഡ് മോർണിംഗ്. ലിവർപൂൾ എത്തി. അപ്പോൾ അത് ലിവർപൂൾ ലൈം സ്ട്രീറ്റ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ആദ്യം ഡാനിനെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക്
ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കി പോവാം. ചെറിയ മഴക്കാറുണ്ട്, അപ്പോൾ അതാണ് വിഷമം. കണ്ണൊക്കെ ചുവന്നിരിക്കണ്ടല്ലോ. അപ്പൊ നമുക്കിത് ഇനി ഡാനിനെ തപ്പണം ഫസ്റ്റ്. ഡാനി ഇവിടെ ഉണ്ടാവും പറഞ്ഞേട്ടോ, ഇതിന്റെ ഉള്ളില്. ജെസ്സില് നിക്ക്, നമുക്ക് തപ്പി തുടങ്ങാം. അപ്പൊ ഇതാണ് ലിവർപൂൾ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഡാനിനെ വാ, ഡാനിനെ തപ്പണം. കമോൺ. അപ്പൊ നമ്മളിന്ന് എവിടേക്കാ പോവാ? അറിയില്ല. ജാക്കറ്റ് അവള് താരം എത്തിയിട്ടുണ്ട്. ഡാനി സൂപ്പർ റൈഡ് പുതിയ ജാക്കറ്റ്, പാന്റ്, ഒരു എംബ്ലം. എടി എന്ത് സൂപ്പർ ഡ്രൈ ഇട്ട് കഴിഞ്ഞാലും നീയല്ല ഇടുന്നേ. ഇത്രേ ഉള്ളൂ. ഞാൻ മിണ്ടില്ല. ഇരുന്നിട്ട് തരയിട്ടാ. ഇവിടെ ഉണ്ട്. ഇപ്പഴാ? ഈശ്വര, രാവിലെ തന്നെ പൊറോട്ട തിന്നത് കഴിച്ചിട്ടില്ല. ഇപ്പഴാ? ഇപ്പൊ വേണ്ട, നല്ലൊരു ബിരിയാണി കിട്ടും. ബിരിയാണി കിട്ടും ഇവിടെ. അങ്ങനെ മന്തി ഇവിടെ ഏതോ അക്ഷയാന്ന് പറഞ്ഞിട്ടല്ലേ. അറിയാം, അതുകൊണ്ടാണല്ലോ മേടിച്ചേ. അറിയാം രസമുണ്ടെന്ന്, അതുകൊണ്ടാണല്ലോ മേടിച്ചേ. നോക്ക, അവൻ നിന്നോട് മിണ്ടിട്ട് പോലും ഇല്ല. ലിവർപൂൾ ലൈം സ്ട്രീറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് 9 മിനിറ്റോളം നടക്കാനുണ്ട്. 9 മിനിറ്റ് നടക്കാനുണ്ട് പറഞ്ഞാൽ. 9 മിനിറ്റ് ഇപ്പൊ തന്നെ എടുക്കണ്ട, നമുക്ക് നോക്കാം. മീൻസ് ഇപ്പൊ നേരെ അങ്ങോട്ട് പോവാന്നാണോ? ഇതാണോ? എനിക്ക് അറിഞ്ഞൂടാ ഏതാന്ന്. അത് ഹോളിഡേ ഇൻ. അഹങ്കാരം അതിന്റെ പേര് അയിലത് അല്ലേ? അല്ലേ? ഉണ്ട്. വായക്കൂടി ഞാൻ സന്തോഷിക്കുന്ന ആനന്ദ്. സ്പൂണൊക്കെ എടുത്തിട്ട് വരുന്നത് അതിന്റെ കയ്യോ ജസീല കാണിച്ചെടുക്ക്, കൈ കാണിച്ചെടുക്ക്, കൈ കാണിച്ചെടുക്ക്, സ്പൂണ് ഇടുന്നത്. ഇനി ആ കാര്യം പറഞ്ഞാലോ? അതാര് ചവച്ചതാ? മഴയത്തിങ്ങനെ പൊക്കി പിടിച്ചാണോ? ഓ കൊള്ളാലോ. പക്ഷെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന വിചാരിച്ചു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഞാനാണെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് വിരയിച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് കണ്ട മാളിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതേ അങ്ങോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകാൻ വല്ല KFCന്നോ അല്ലെങ്കിൽ മെഗ്ഡിയോ അങ്ങനെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ. കാരണം ഇവിടെ അടുത്തൊന്നും വേറെ അങ്ങനത്തെ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ മീൻസ് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു തൽക്കാല ശമനത്തിന് വേണ്ടിയിട്ട് KFCന്നോ അല്ലെങ്കിൽ മെഗ്ഡി അല്ലെങ്കിൽ ഗ്രെക്സ് അങ്ങനത്തെ വല്ല ഷോപ്പുകളിൽ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് മോൾ. ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഭാഗത്താണ് മോളുള്ളത്. അവിടെയാണ് ഈ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിലുണ്ടാവും, മോളെ കാരണം എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. മഴ അങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതേ ഈ കാണുന്നതാണ് മോളിൽ പുറത്ത് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ മോളിൽ തന്നെ വലിയൊരു ബിഗ് സ്ക്രീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഫുട്ബോളിൻ്റെ കളിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അതിനായിരിക്കും ചിലപ്പോൾ വലിയ ഇത്. ഇതിപ്പോൾ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതാണ് ഉള്ളിലോട്ട് കയറിയില്ല, ഉള്ളിലോട്ട് പോവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ് അല്ല, അതാണ് എൻട്രൻസ് എന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും മെയിൻ എൻട്രൻസോ കാര്യങ്ങളോ ഉണ്ടാവും. ഇതിൻ്റെ സൈഡിലുള്ള ഒരു എൻട്രൻസ് മാത്രമാണ്. നമ്മളിത് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ ക്യാപ്സിനും അതുപോലെ തന്നെ മെഗ്ഡിനും ഇത് ഒരുപാട് ഫുഡ് അത് കഴിച്ച് പിന്നെ ക്രെക്സിന് ഹോട്ട് ചോക്ലേറ്റും വാങ്ങി അതും കുടിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോകാം. റൂമിലോട്ട് ഏകദേശം ഒരു നടക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാപ്പിൽ കാണിച്ചത്. ഞങ്ങളിത് അങ്ങോട്ട് നടക്കാം. ഗൈസ് ഞങ്ങളിത് ഞങ്ങളുടെ റൂമിലോട്ട് പോകാനുള്ളൊരു വഴിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥലം കണ്ടില്ലേ, എന്ത് രസം കാണാൻ. രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇതിനും അടിപൊളിയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും സെൻട്രലൊരു ഇതൊക്കെ അതൊക്കെ റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റും ബാറൊക്കെയാണ് രണ്ട് സൈഡിലൊക്കെ ഉള്ളത്. പക്ഷേ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെ ലൈറ്റൊക്കെ ഇട്ട രസം ഉണ്ടാവും തോന്നുന്നു. പക്ഷേ അതെ ഇപ്പം തന്നെ ചെറിയ ചാറിലും മഴച്ചാറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതേ ഇവിടെ നല്ല ഓഫർ ഉണ്ടല്ലോ. സംഭവം ഞങ്ങൾ മാപ്പ് ഇട്ട് വന്നപ്പോൾ ഒരു ഗേറ്റിൻ്റെ അടുത്താണ് പോയി ആദ്യം നിന്നപ്പോൾ. അപ്പോൾ പിന്നെ അവിടെ വലിയ വൃത്തിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട്, അതുതന്നെയാണോ ഫ്രണ്ടിലത് അതുതന്നെയാണോ മെയിൻ എൻട്രൻസ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങളിത് റൂമിലെത്തിയില്ല, ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇനി റൂം കണ്ടുപിടിക്കണം. 90-95 റൂമുകൾ ഇവിടെയാ ഓപ്പൺ. ഞങ്ങളപ്പോൾ റൂമിലോട്ട് പോകാനുള്ള ഡോറ് തുറന്ന്. ഇതാണ് 1 2 3 4 ഉള്ളൂ. അല്ല 3 4. അപ്പോൾ ഇവിടെ അല്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വർക്ക് 90-95X ആഷ്. ഇതാണ് റൂമിലോട്ട് പോണ വഴിയിട്ടാ. ഇതൊക്കെ സൈഡിലൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്, സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. 7 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓവൻ, ഫ്രിഡ്ജ്, ഇത് മറ്റേ ഗ്യാസ് സ്റ്റവ് എല്ലാം ഇലക്ട്രിക്കാണ്. പിന്നെ കുറേ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 ഡോറ്. ഇതൊരു ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം. ലൈറ്റ് ഇടറി. ഒരു ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. കൊള്ളാല്ലേ 102 നമുക്ക് കുഴപ്പമില്ല.
അങ്ങനെ കഴിച്ച് ഞങ്ങൾ അതേ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഒന്ന് ഇവിടെ ഒന്ന് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ പോണത് ആൽബർട്ട് എന്നുള്ള സ്ഥലത്തേക്കാണ്. പോണ വഴിക്ക് കണ്ടതാണ് ഈ കുതിരയുടെ ഒരു പ്രതിമ. ഇതെന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് ഫുള്ള് ഇരുമ്പായിട്ടാണ്. ഫുള്ള് ഇരുമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വേണ്ട, മൊത്തം ഇരുമ്പാണ്. നമ്മൾ പോണത് ആൽബർട്ട് എന്നുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് എത്തി. ഇതാണ് ആൽബർട്ട് ഡോക്ക്, റോയൽ ആൽബർട്ട് ഡോക്ക് ആണുള്ള സംഭവം. ഒന്നുമില്ല, ഇവിടെ ആ കാണുന്ന ഒരു ജെയിൻ വീലുണ്ട്, പിന്നെ കുറച്ച് ബീച്ച് പോലത്തെ കുറച്ച് ഏരിയയാണ്. ഇതാണ് ഈ കാണുന്ന മാപ്പ്. ഇതാണ് ആ ഒരു നമ്മളിപ്പോൾ കയറാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ഓവറോൾ മാപ്പാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പം നമ്മളിത് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അങ്ങോട്ട് എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബീറ്റിൽസ് എന്നുള്ള മ്യൂസിക് ബാൻഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ക്ലബ്ബോ അങ്ങനെ എന്തോ ആണ്. കാരണം ബീറ്റിൽസ് എന്നുള്ള ബാൻഡ് ലിവർപൂളുള്ളതാണ്. അവരാണ് ലിവർപൂളിലാണ് ആ ബാൻഡ് ഉള്ളത്. ആ ബാൻഡിൻ്റെ സ്ഥലമൊക്കെ ലിവർപൂളാണ്. അപ്പോൾ ആ കാണുന്നതാണ് അത്. ഇപ്പോൾ ഞങ്ങളിത് ആ ഒരു ജെയിൻ വീലിൻ്റെ താഴെത്തി. ഞങ്ങളിനിപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. പക്ഷേ അനുവിനും ടാനിക്കൊക്കെ ഭയങ്കര പേടിയാണ്. എന്നാലും കുഴപ്പമില്ല, വലിയ പേടിയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നത്. കണ്ട പേടിച്ച് നിൽക്കണണ്ട. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും നിർബന്ധിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് എടുക്കാൻ ഇപ്പോൾ അറിയില്ല, ടിക്കറ്റോ കാര്യങ്ങളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ച്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാര്യങ്ങളാണ്. കാരണം എന്തോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. നമ്മളതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മീൻസ് നല്ല ഹൈറ്റിൽ ആ ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടാണ് ഹൈറ്റ്. അപ്പോൾ അത് ഞങ്ങളോട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റും കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രൈസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അഡൾട്ടിന് 13 പൗണ്ടാണ്. അപ്പോൾ ഞങ്ങളിത് അതിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യാബിനായിട്ട് 6 മുതൽ 7 വരെയാണ് ഒരു ക്യാബിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളാകെ 5 പേരുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്യാബിൻ തന്നു. എല്ലാവരും ഡാനി ഞാനും ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലിട്ട് കയറാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നു മലയാളീസാണ് നിൽക്കുന്നത്. മലയാളികളാണ് അവിടെ അത് മൈൻഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അനു ടൈം ലാപ്സ് എടുക്കുന്ന ആനന്ദ്, അനുവിന് ധൈര്യം കൊടുക്കുന്ന പേടുത്തൂരിയായ ഡാനി. കൊള്ള ഗൈസ്, നല്ല വ്യൂ ആണ്. കണ്ടോ, ഇനിയിപ്പോ സൺസെറ്റും കൂടെ ആവാറായോണ്ടേ അതിന് കൂടെ ഒരു ഭംഗിയുണ്ട്. അതെ, സത്യം. ഞാനേ ലണ്ടനിൽ പോയപ്പോ ഞങ്ങൾ ഇതിൽ കേറിയില്ല. നമ്മള് പറഞ്ഞേ ഇതെന്തൊരു സ്ലോ ഇതില് രസം ഉണ്ടാവില്ല, ഇത് എത്ര നേരം കറങ്ങി എത്താൻ വേണമെന്ന്. ആ സത്യം, ഇത് കിടില ഇളകണ്ട് കേട്ടാ. ഒന്നുകൂടി ചിലപ്പോ 5 ആയിരിക്കും. പറഞ്ഞോ? ഇല്ലടാ, കഴിഞ്ഞടാ. ഇല്ല, പ്ലീസ് ഒന്നുകൂടി. യെസ്, ഒന്നുകൂടി. ആണ് അങ്ങനെ പുലിമാനല്ലടി, പുൽമാൻ.
എനിക്ക് മനസ്സിലായി. നമ്മളപ്പോ ഇവിടെ ഇപ്പോ യു ആർ ഹിയർ. ഇങ്ങനെ ഗായ്സ് ഇപ്പൊ നമ്മള് അവിടുന്ന് കേറി കഴിഞ്ഞ് ഇപ്പൊ ജെയിൻ വില്ലൊക്കെ കയറി കഴിഞ്ഞ് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഭയങ്കര കാറ്റുണ്ട്, അപ്പോൾ അതാണ് സൗണ്ടിനൊക്കെ ഒരു പ്രശ്നം. ഇനി നമ്മൾ ഇതിൻ്റെ വേറെ വ്യൂ കാണുന്നുണ്ട് അങ്ങോട്ട്. ഗൈസ് ഇതാണിപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ട ഒരു സ്ഥലം. നമ്മളെ ജെയിൻവേലിയിൽ നിന്നപ്പോൾ കണ്ട ഒരു ബീച്ചാണ് ഈ കാണുന്നത്. ഇത് മക്കളെ ഫോണ് വീണ് കഴിഞ്ഞാൽ എടുക്കാൻ പോലും പറ്റില്ല കേട്ടാ. ഇത് നമ്മുടെ ബീച്ചല്ല, ഇതൊരു കനാലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. നമ്മളിപ്പോൾ ഇനി ബീച്ചിലോട്ട് പോകണം. അവിടെയാണ് സൺസെറ്റ്. അവിടെ ബീച്ചിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 7 മൈൽ നടക്കാനല്ല 7 മൈലുണ്ട്. അപ്പോൾ നമുക്കതിന് ഒന്നെങ്കിൽ ബസ്സിന് പോകണം, അല്ലെങ്കിൽ ടാക്സിയോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മളിനി അതിന് അങ്ങോട്ട് പോവാണ്. പക്ഷേ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും സൺസെറ്റ് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സമയം കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ സമയം ഒരു 6 സംതിങ് ആയി, 6:30 ആവാറായി. അപ്പം ഇനി കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ. പോകണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. ഗൈസ് ഇതിൽ ഓരോരുത്തർ, ഇത് സംഭവം ഒരു ലവ് ലോക്കാണ്. ഇതിൽ ഓരോരുത്തർ പേര് എഴുതിയിട്ടുണ്ട്. അതായത് ലവേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും മൊത്തം ഈ കമ്പിൻ്റെ മുകളിൽ ഈ സംഭവം ലവ് ലോക്കാണ്. ഇതേണ്ട ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ആൽബർട്ട് ഡോക്ക്. അവിടെ നിന്ന് പോവാണ്. ഇവിടെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാനാണ് പ്ലാന്. അപ്പൊ രാത്രി നാളെ ഉണ്ട് നമ്മളിവിടെ. അപ്പൊ നാളെ എന്തേലും കണ്ടു. അപ്പൊ ഇവിടെ മെനു എന്താ വേണ്ടതെന്ന് ഡിസ്കസ് ഡിസ്കഷനിലാണ്. അപ്പോൾ ഓക്കെ ഗൈസ്. ഇന്നത്തെ ലൈഫ് ഗൈസ് ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ, നമ്മുടെ സ്ട്രീറ്റ്. നമ്മളിപ്പോൾ റൂമിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അവിടുത്തെ ഒരു സ്ട്രീറ്റ് വ്യൂ ആണിത്. അപ്പോൾ ആ കണ്ട ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഫുഡ് കഴിക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇനി റൂമിൽ പോവാം, ഉറങ്ങാം. നാളെ ഇതേപോലെ കറങ്ങാൻ എണീക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങളിത് റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നാളെ കാണാം.